നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഐശ്വര്യ പറഞ്ഞിട്ടാണോ കാറിന്റെ ബ്രേക്ക് അഴിച്ചത്? പറയൂ, സത്യം പറയൂ. അല്ല, ആരും പറഞ്ഞിട്ടല്ല. പിന്നെ ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ. തെളിച്ചു പറയൂ. ഞാൻ ബ്രേക്ക് ശരിയാക്കി, പക്ഷേ നട്ടിടാൻ മറന്നുപോയി. അതായിരിക്കും. ആരുടെയും നിർബന്ധമോ പ്രേരണയോ കൊണ്ടല്ലോ അങ്ങനെ ചെയ്തത്? അല്ല, എന്റെ മറവി കൊണ്ടാ. ക്ഷമിക്കണം. യുവർ ഓണർ, സത്യം ഇതാണ്. എന്റെ കക്ഷി ഐശ്വര്യ നിരപരാധിയാണ്. നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങിയതാണ് ഐശ്വര്യ. മെക്കാനിക്കിന്റെ മറവി കാരണം സംഭവിച്ചു പോയതാണിതെല്ലാം. കൂടാതെ എന്റെ കക്ഷി ഐശ്വര്യ ആനന്ദ നിലയത്തിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കക്ഷി ഐശ്വര്യയെ ഒഴിവാക്കി തന്റെ മകൻ അരുണിനെ പുതിയ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ് വസുന്ധര. അതിനായി അശ്വതി എന്ന പെൺകുട്ടിയെയും മകൾ ശ്രീകുട്ടിയെയും ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. വസുന്ധരയുടെ ഇളയ മകൾ ശ്യാമ അതിനെപ്പോഴും സപ്പോർട്ട് ചെയ്തു നിൽക്കുകയാണ്. എന്റെ കക്ഷി ആനന്ദ നിലയത്തിൽ സ്വന്തം ജീവനെ പോലും ഭയന്നാണ് കഴിയുന്നത്. അതിനും ഒരു പരിഹാരമുണ്ടാക്കണമെന്നും എന്റെ കക്ഷിക്ക് നിയമപ്രകാരമുള്ള നീതി കിട്ടണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിൽ ഇരുവാദങ്ങളും കേട്ട പ്രകാരം പ്രതിയായ ഐശ്വര്യ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണയുടെ പേരിൽ ഐശ്വര്യയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മരുമകളായ ഐശ്വര്യയോട് വസുന്ധരയും ആ കുടുംബത്തിലെ എല്ലാവരും സൗഹാർദ്ദപരമായും വളരെ മാന്യമായും പെരുമാറണമെന്ന് കോടതി വിധിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. കള്ളസാക്ഷി പറഞ്ഞതിന് വർക്ക്ഷോപ്പിലെ പയ്യന് കൊടുക്കാനേറ്റ തുക ഇനി ശ്യാമയുടെ കയ്യിൽ നിന്ന് സംഘടിപ്പിക്കണമല്ലോ. വരട്ടെ, നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.